ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രൈഡ്സിൻ്റെ ബ്ലൗസിലും അതുപോലെ എൻഗേജ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബ്ലൗസ് ഡിസൈനാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്കാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ കളറിൽ വരുന്ന ബോൾ ചെയിനും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സ്റ്റോൺ ചെയിനും ഉണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ബീഡ്സ്, അത് 2 സൈസിൽ വരുന്ന നോർമൽ ബീഡ്സാണ് ആൻറ്റി കളറിൽ വരുന്നത്. പിന്നെ നമ്മുടെ ഐ ഷേപ്പിൽ വരുന്ന കുന്തൻ സ്റ്റോണും, അതും 2 സൈസിൽ വരുന്നതാണ് എടുത്തിട്ടുള്ളത്. നമ്മളിതുപോലെ സ്ലീവിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ബോൾ ചെയിൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലും നമ്മൾ ബോൾ ചെയിൻ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുന്ന ലെയറിൽ നോർമൽ ബീഡ്, നമ്മൾ 2 സൈസിലുള്ള ബീഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ വലിയ സൈസിൽ വരുന്ന ബീഡാണ് ഇവിടെ തുന്നിയെടുക്കുന്നത്. ഇതൊരു 2 ലെയർ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നേരെ തുന്നി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന ലെയറായിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ പ്രോസസ്സ് തന്നെ, അതായത് ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും ബോൾ ചെയിനും വരുന്ന രീതിയിൽ തന്നെ വീണ്ടും ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ കുന്തൻ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വലിയ സൈസിൽ വരുന്ന കുന്തൻ സ്റ്റോൺ വേണം ഇതുപോലെ നേരെ വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന ലെയറായിട്ട് നമ്മൾ നോർമൽ ബീഡാണ് എടുക്കുന്നത്. അതും നമ്മൾ വലിയ സൈസിലുള്ള ബീഡാണ് എടുക്കുന്നത്.
ഇനി ഇത് നമ്മൾ ഇതുപോലെ ഒരു ബീഡ് തുന്നിയെടുക്കുക. ഇതും നമ്മൾ വലിയ സൈസിലുള്ള ബീഡ് തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 3 ലൈൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയ സൈസിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ആണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു നടുവിൽ വരുന്ന കുന്തൻ ബീഡില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു വലിയ ബീഡും ചെറിയ ബീഡും ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ട് അവിടെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലൊന്ന് തുന്നി കൊടുക്കുക. ഇപ്പം നമ്മൾ ചെയ്തെടുത്ത ഈ ഒരു ഡിസൈനില്ലേ, ഇത് നമ്മൾ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ലൈൻ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ഈ ഒരു വർക്കിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിടുന്നുണ്ട്. നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് വിടുക. എന്നിട്ട് നമ്മൾ അടുത്ത ലെയറായിട്ട് നോർമൽ ബീഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ വലിയ സൈസ് ബീഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തുന്നി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ താഴെ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മളിവിടെയും വലിയ സൈസിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നോർമൽ ബീഡ് തന്നെ വെച്ചിട്ട് ഒരു ലെയർ കൂടെ തുന്നി കൊടുക്കണം. ഇനി ഈ ഒരു വർക്കിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ സ്ലീവിൻ്റെ, അവിടെ നമ്മൾ ഓൾ ഓവറായിട്ട് വരുന്ന രീതിയിലാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു ബീഡ് തുന്നിയെടുക്കുന്നുണ്ട്. നോർമൽ ബീഡ് നമ്മൾ വലിയ സൈസിൽ വരുന്ന ബീഡ് തുന്നിയെടുക്കുക. ഇനി ആ ഒരു ബീഡിൻ്റെ താഴേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ചെറിയ സൈസിൽ വരുന്ന കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഓൾ ഓവറായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു ഭാഗം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെയായിരിക്കും നമ്മുടെ ഡിസൈൻ വരുന്നത്. നമുക്ക് എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.